ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഗ്രീൻ ഹെവനിലാണ്. ഗ്രീൻ ഹെവനെ കുറച്ചധികം സ്നേഹിക്കുന്ന ആളുകൾ കുറച്ച് പേര് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ അറിയിച്ചിരുന്നു ഗ്രീൻ ഹെവൻ ഒന്ന് കാണാൻ കൊതിയാവുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ സംഭവം കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് ഒരു വ്യത്യസ്തമായ സംഭവമുണ്ട്. നമ്മുടെ സ്ട്രോബെറി ഒക്കെ ഉണ്ട്. സ്ട്രോബെറി പകുതിയിലേറെയും നമ്മുടെ കിളിമക്കൾക്കുള്ളതാണ്. കുറച്ച് വാലയിട്ട് വെച്ചിട്ടുണ്ട്, കാരണം ഒട്ടും കിട്ടുന്നില്ല. ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ കുറേശ്ശെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അതല്ല. ഇവിടെയൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ മൾട്ടി കളർ ബൊഗൻവില്ല ഇപ്പോൾ 2 കളറായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അതും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം നിൽക്കുന്നു. ഇവിടെ നമ്മുടെ റെൻഗൂൺ ക്രീപ്പർ ഉണ്ട്. റെൻഗൂൺ ക്രീപ്പർ എല്ലാവർക്കും അറിയാം, നല്ല ഫ്രാഗ്രൻസ് ആണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല. ഇതേ നമ്മുടെ റെഡ് ജേഡ് വൈൻ ഈ സമയത്ത്, അതായത് ഫെബ്രുവരി 20, 2026 അവരുടെ ഈ രീതിയിൽ ഫ്ലവറായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. മറ്റൊന്നല്ല, ഇപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ, കാലം തെറ്റി പെയ്ത മഴ പോലെ, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീനിൽ ചെങ്കടൽ വിരിച്ച പോലെയുള്ള നമ്മുടെ മനോഹരിയായ റെഡ് ജേഡ് വൈനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയൊരു പ്ലാന്റാണ്. ഒരുപാട് പേരിപ്പോൾ ഇത് ഒഴിവാക്കി കളയുന്നുണ്ട്, കാരണം ഒരു കോമൺ പ്ലാന്റായി മാറിയതുകൊണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഇവളോട് ഒത്തിരി ഇഷ്ടമുണ്ട്. പിക്കോക്ക് കളറിലുള്ള ഒരു ജേഡ് വൈനും കൂടെ ഉണ്ട്. അത് കുറേ പേർക്ക് അതാണ് ഇഷ്ടം. അത് ആകുമ്പോൾ ഓൾ സീസണാണ്, എല്ലാ സീസണിലും നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് പക്ഷേ സീസൺ ആവുന്ന ഇതേപോലെ കൊലകൊലയായിട്ട് ഒരു മാസമൊക്കെയാണ് നമുക്ക് ആകെ കിട്ടുക. പക്ഷേ അത് ഉണ്ടാവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ചെങ്കടൽ വിരിച്ച പോലത്തെ തന്നെ ഫീലാണ്. അതൊരു വലിയ സംഭവമാണ്. അതേസമയം പീക്കോക്ക് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് ഇങ്ങനെ വരും. അത് ഓൾ സീസണാണ്, എല്ലാ സമയത്തും ഉണ്ടാവും. അതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. അത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. കമ്പ് കൊണ്ട്, സ്റ്റെമ്മ് കൊണ്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിൽ യഥേഷ്ടം സീഡുകളുണ്ടാവും, ആ രീതിയിൽ ചെയ്യാം. പക്ഷേ ഇതിന് ഒന്നുകിൽ പതി വെക്കുക, അതല്ലെങ്കിൽ എയർ ലെയറിങ് ചെയ്യുക, അതല്ലെങ്കിൽ അപൂർവമായിട്ടെങ്കിലും നമുക്ക് സീഡ് കിട്ടും. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 സീഡ് കിട്ടിയിരുന്നു. ഇതിലോ ഒരു പോട്ടിൽ ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ട്, കാരണം എവിടെയും കൊണ്ടുവച്ചാൽ അത് പിന്നെ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അത് മുളച്ച് വരുമ്പോൾ നമുക്ക് കാണാം. ഇത് ഈ 3 രീതിയിലാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കഴിയുക. ഒന്ന് എയർ ലെയറിങ്, ഒന്ന് നമുക്ക് പിന്നെ പതി വെക്കുക, 3 നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സീഡ് കിട്ടുമ്പോൾ, സീഡ് അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. ജേഡ് വൈൻ ഇവിടെ ബ്ലൂം ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ആ സമയത്ത് നല്ല മഴയായിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്കതിനെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം, കാരണം മഴയും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല. എന്തായാലും ഇവിടെ ഒരു പുതുമഴ കിട്ടി. നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിയിൽ ഓരോരുത്തരും പല വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ്. ഇതിൽ പുതുമഴ കിട്ടിയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമൻറ്റിൽ അറിയിക്കുക. എത്ര പേരെടുത്ത് ഈ സമയത്ത് ഫ്ലവർ ആയി നിൽക്കുന്നുണ്ടെന്നും കൂടി ഒന്ന് അറിയിക്കുക. എന്തായാലും ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇത്രയൊന്നും വലിപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അത്യാവശ്യം 17ഓളം ബെഞ്ചസ് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണുള്ളത്. നമ്മുടെ ടെട്ടിൽ വൈനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പച്ചയും റെഡും തമ്മിലുള്ള കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.